ഒക്ടോബർ മാസം 7-ന് ഹമാസിനെതിരെ ആരംഭിച്ച യുദ്ധം പശ്ചിമേഷ്യ ഒന്നാകെ വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന മുഴുവൻ ഭീകര സംഘടനകൾക്കെതിരെയുമുള്ള സമാനതകളില്ലാത്ത പോരാട്ടമാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ഒറ്റയ്ക്ക്, മറുഭാഗത്ത് ഹമാസ് എന്ന ഭീകര സംഘടന, ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന, ഹൂതികൾ എന്ന ഭീകര സംഘടന, അവർക്ക് സായുധ സഹായം നൽകി, ആയുധങ്ങൾ യഥേഷ്ടം നൽകി ഇറാനും ഇറാഖും സിറിയയും അടക്കമുള്ള ഭീകര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ ചുറ്റിലും ശത്രുക്കളും ആ ശത്രുക്കളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഇസ്രായേലും. ഇതാണ് പശ്ചിമേഷ്യയിൽ നമ്മൾ കാണുന്ന കാഴ്ച. ആത്മവിശ്വാസവും പോരാട്ട വീര്യവുമാണ് ഇസ്രായേലിനെ എല്ലാ കാലത്തും വ്യത്യസ്തരാക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ്. ഹമാസിനെതിരെ 1 വർഷം നീണ്ടുനിന്ന യുദ്ധം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന സേന. ആ ഇസ്രായേലിനെ പലപ്പോഴും ലെബനനിൽ നിന്ന് ഹിസ്ബുൾ ആക്രമിക്കുന്നു, അതുപോലെ യമനിൽ നിന്ന് ഹൂതികൾ ആക്രമിക്കുന്നു. അവരെല്ലാം ആക്രമിക്കുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ രാജ്യങ്ങൾക്കെതിരെ കൂടി, ആ സംഘടനകൾക്കെതിരെ കൂടി യുദ്ധം ചെയ്യേണ്ട ബാധ്യത ഒടുവിൽ വന്നു ചേർന്നിരിക്കുന്നു ഇസ്രായേലിന്. വടക്കൻ ഇസ്രായേലിലെ 60,000-ഓളം ആളുകളാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. കാരണം നിരന്തരമായി ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഉണ്ടാകുന്ന ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തന്നെയാണ് കാരണം. അപ്പോൾ അവിടുത്തെ 60,000-ഓളം വരുന്ന ജനത, സാധാരണക്കാരായ ജനത, അവർ ചെയ്യാത്ത തെറ്റിന് അവർ അതിൻ്റെ പാപഭാരം അനുഭവിക്കുന്നു. അപ്പോൾ ഇനി ആ ജനത കുടിയിറക്കപ്പെടരുത്. അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങണം, സ്വസ്ഥമായി ജീവിക്കണം. അതിന് ഒരൊറ്റ പോം വഴിയേ ഉള്ളൂ. തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം. പലതവണ ഇസ്രായേൽ താക്കീത് നൽകിയതാണ്. ഞങ്ങൾ ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസയാക്കും, ബെയ്റൂട്ടിന് ഗാസയുടെ ഗതി ഉണ്ടാകും, അതുകൊണ്ട് ലെബനീസ് ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഹിസ്ബുള്ളയെ നിയന്ത്രിക്കണം. എന്നാൽ ലെബനീസ് ഭരണകൂടം പൂർണ്ണമായ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് നൽകി. ഒടുവിൽ ഇസ്രായേൽ എന്ന രാജ്യം ഹിസ്ബുള്ളയെ തിരിച്ചടിക്കാൻ തുടങ്ങി. ആ തിരിച്ചടിയാണ് ഇപ്പോൾ ഹസൻ നസറുള്ള എന്ന 32 വർഷക്കാലം ഹിസ്ബുള്ളയെ നയിച്ച ഒരു നേതാവിൻ്റെ മരണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നസറുള്ള മാത്രമല്ല, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ നേതാക്കന്മാരെയും ഇസ്രായേലി സേന ഇതിനകം തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം സമാനതകളില്ലാത്തതാണ്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഹിസ്ബുള്ളയുടെ 60%, ഹിസ്ബുള്ളയുടെ പക്കലുള്ള 60% ആയുധങ്ങളും ഇതിനകം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഹമാസിനേക്കാൾ ആയുധശേഷി ഉണ്ടായിരുന്ന ഒരു സംഘടന, ഭീകര സംഘടനയായിരുന്നു ഹിസ്ബുള്ള. ഹമാസിനേക്കാൾ സൈനിക ശേഷി കൂടുതലുള്ള ഒരു സംഘടന. ഇറാനിൽ നിന്ന് എല്ലാ കാലത്തും സായുധ സഹായം കിട്ടിയിരുന്ന, സാമ്പത്തിക സഹായം കിട്ടിയിരുന്ന ഒരു തീവ്രവാദ സംഘടന. ലെബനന്റെ തെക്കൻ ഭാഗത്ത് വലിയ സ്വാധീനമുറപ്പിച്ച ഒരു സംഘടന. ആ സംഘടനയുടെ 60%-ഓളം ആയുധ ശേഖരത്തെയും തകർത്തു ഇതിനകം ഇസ്രായേലി സേന. മാത്രവുമല്ല, എല്ലാ നേതാക്കന്മാരെയും തീർത്തു. ഇപ്പോൾ ഡെപ്യൂട്ടി കമാൻഡർ ഖസീം നസീം അടക്കമുള്ള വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഹിസ്ബുള്ളയുടെ നേതൃനിരയിലുള്ളത്. ആരായിരിക്കും അടുത്ത് ഹിസ്ബുള്ളയെ നയിക്കുക എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ അവിടെ തർക്കം നിലനിൽക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരെല്ലാം ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ചില വാർത്തകൾ പുറത്തുവിടുന്നു എന്നതിനപ്പുറം ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണങ്ങളെ ഭയന്ന് മാളത്തിൽ ഒളിച്ചു കഴിയുകയാണ്. ലെബനീസ് ഭരണകൂടം തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നു. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ലെബനന്റെ താൽക്കാലിക ചുമതലയുള്ള പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. 2006-ലെ UN പ്രമേയം അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 2006-ൽ UN തന്നെ ഹിസ്ബുള്ളയെ നിരോധിച്ചിട്ടുള്ളതാണ്. ഹിസ്ബുള്ളയുടെ സായുധ സാന്നിധ്യം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് UN പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ്. ആ പ്രമേയം നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇപ്പോഴത്തെ താൽക്കാലിക പ്രധാനമന്ത്രി മിക്കാനി വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ സായുധ സാന്നിധ്യം ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടേക്ക് ഞങ്ങൾ ലെബനീസ് സൈന്യത്തെ ഏത് നിമിഷവും ഞങ്ങൾ വിന്യസിക്കാം. അതിലൂടെ ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലെ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് തിരികെ അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം.
അങ്ങനെ ലെബനീസ് ഭരണകൂടം പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ലെബനൻ എന്ന രാജ്യം ഉണ്ടാകില്ല. ഇസ്രായേൽ കോപാകുലരായി നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ആ പ്രതികാരാഗ്നിയിൽ കത്തിച്ചാരമാകും ലെബനൻ എന്ന രാജ്യം. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പാലുകൊടുത്ത് വളർത്തിയതിന്റെ ആ പരിണിത ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ് ലെബനനിലെ ജനങ്ങൾ. തെരുവുകൾ ഒന്നടങ്കം കത്തിയമരുന്നു, തെരുവുകളിൽ വലിയ ബോംബിംഗ് നടക്കുന്നു. അങ്ങനെ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളൊക്കെ തന്നെ മണിക്കൂറുകളുടെ ഇടവേളകളിൽ തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സൈന്യം. അങ്ങനെ അതിരൂക്ഷമായ ആക്രമണത്തിൽ ഇപ്പോൾ ലെബനൻ കത്തിയമരുകയാണ്. ലെബനന്റെ ഭരണകൂടം തന്നെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ശപിക്കുകയാണ്. മറുഭാഗത്തോ ഹൂതികൾ, യമനിലെ ഹൂതികളും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് അദ്ദേഹം വന്നിറങ്ങിയ വിമാനത്താവളത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു. ന്യൂയോർക്ക് സന്ദർശനത്തിന് ശേഷം തിരികെ ഇറങ്ങിയ ബെഞ്ചമിൻ നെതന്യാഹു വിമാനത്താവളം വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആ വിമാനത്താവളം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത്. എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആ മിസൈലിനെ നശിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അയൺ ഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് പെട്ടെന്നൊന്നും ഒരു ആയുധത്തിനും ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിൽ കടക്കാൻ കഴിയില്ല. അതാണ് ഇസ്രായേലിന്റെ ടെക്നോളജി. അങ്ങനെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട ആ തെറ്റ് ചെയ്ത ഹൂതികൾക്ക് നേരെ യമനിലേക്ക്, ഹൂതികളുടെ ശക്തി കേന്ദ്രമായ ഹൊദൈദ തുറമുഖത്തിലേക്ക് ഇസ്രായേൽ രാക്കിരാമാന ആക്രമണം നടത്തി. ജൂലൈ മാസം 7-ാം തീയതിയും ഹൊദൈദയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അതിനേക്കാൾ വലിയ ആക്രമണം, വമ്പൻ ആക്രമണം. ഹുദൈദ തുറമുഖമാണ് ഹൂതികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നും ലഭിക്കുന്ന പ്രധാന ഇടത്താവളം. ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഒഴുകിയെത്തുന്നത് ഹുദൈദ തുറമുഖം വഴിയാണ്. ഹുദൈദ തുറമുഖത്തിലൂടെയാണ് ആയുധ കടത്ത് പ്രധാനമായി നടക്കുന്നത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ അടക്കമുള്ള ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കുള്ള ആയുധ കൈമാറ്റത്തിന്റെ പ്രധാന ഇടത്താവളം ഹുദൈദ തുറമുഖമാണ്. ആ തുറമുഖത്തിനെ ആക്രമിച്ച് ഛന്ന ഭിന്നമാക്കി ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ. അങ്ങനെ ഹൂതികൾക്കും കൊടുത്തു ഒരു വലിയ താക്കീത്. അടുത്ത ലക്ഷ്യം യമനാണ്. യമനെയാണ് അടുത്ത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇറാൻ ആയിക്കൊള്ളട്ടെ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഒളിവിപ്പോയി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു. ഇറാൻ ഭരണകൂടം ആയത്തുള്ള അലി ഖമേനിയെ ഏതോ മാളത്തിൽ ഒളിപ്പിച്ചു. ഖമേനിക്ക് പുറത്തു വരാൻ ഭയമാണ്. ആയത്തുള്ള അലി ഖമേനി പുറം ലോകം കണ്ടാൽ അപ്പോൾ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഖമേനിയെ കണ്ടെത്തും. മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും പോരാളികളുടെ വെടിയുണ്ടകൾ ഖമേനിക്ക് നേരെ എത്തും. അത് കൃത്യമായി ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാൻ ഖമേനിയെ ഒളിപ്പിച്ചു. നേരത്തെ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ അതിന് പ്രതികാരം ചെയ്യുമെന്ന് വീമ്പിളക്കിയ ആളാണ് ആയത്തുള്ള അലി ഖമേനി. എന്നാൽ ഇറാന്റെ പ്രസിഡന്റ് പെഷസ്കിയാൻ, അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ട്. എടുത്തുചാടി ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുന്നത് ആത്മഹത്യാപരമാകുമെന്ന് പെഷസ്കിയാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിൽ നിന്ന് അല്പം പിന്നോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇറാൻ. എന്നാൽ ഇവിടെ മറുഭാഗത്തോ എല്ലാ ശത്രുക്കളെയും ആക്രമിച്ച് നശിപ്പിക്കുകയാണ്, നിഗ്രഹിക്കുകയാണ്. നിഗ്രഹത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം. ഹിസ്ബുള്ളയുടെ തലവനെ തീർത്തു, ഹിസ്ബുള്ളയുടെ എല്ലാ കമാൻഡർമാരെയും തീർത്തു. ഹൂതികൾക്കെതിരെ ഹുദൈദ തുറമുഖത്തേക്ക് സമാനതകളില്ലാത്ത ആക്രമണം നടത്തി യമനെ തീർക്കുമെന്ന് കൃത്യമായി സൂചന നൽകി. ഇനി അടുത്തത് ആയത്തുള്ള അലി ഖമേനിയാണ്, ഇനി ഇറാനാണ്, പിന്നീട് ഇറാഖാണ്. അതേസമയം ഇതിനെല്ലാം ഒപ്പം സിറിയയിലെ ഹമാസിന്റെ തലവനെയും കഴിഞ്ഞ ദിവസങ്ങൾ തീർത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ലെബനനിലെ ഹമാസിന്റെ തലവൻ ഫത്തേ ഷെരീഫിനെ കൂടി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തീർത്തിരിക്കുന്നു. മൊസാദിന്റെ ചുണക്കുട്ടന്മാർ ഫത്തേ ഷെരീഫ് എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി ആ കെട്ടിടത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു, ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെ മുഴുവൻ ലെബനനിലും സിറിയയിലും അതുപോലെ തന്നെ ഗാസയിലുമൊക്കെ തീർത്ത് മുന്നേറുകയാണ്. ഈ ഇസ്രായേലിന്റെ ഈ നിഗ്രഹാവസ്ഥയെ കണ്ട് ഭയന്നിരിക്കുന്നു പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ. എങ്ങനെയും ഇസ്രായേലിനെ അനുനയിപ്പിക്കണം, വെടിനിർത്തൽ സാധ്യമാക്കണം. അതിനുവേണ്ടി ഈജിപ്തും ഖത്തറുമൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പശ്ചിമേഷ്യയിലെ സാഹചര്യം.